ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്മസ് കിറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇത് തുറന്നു നോക്കും. അപ്പം നാളെ ഡിസംബർ 10-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ റേഷൻ അപ്ഡേറ്റുമാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം കിറ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. മാസ്ക് ഒക്കെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മാസ്ക് ഒക്കെ ധരിച്ചിട്ട് വോട്ട് ചെയ്യാനൊക്കെ പോകാമല്ലോ. എന്തായാലും ആദ്യത്തെ കിറ്റിലേക്കായി കമ്മിയാണ് സാധനങ്ങൾ. അത് നമ്മൾ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇത് തുറന്നൊന്ന് പരിശോധിക്കാം നമുക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് കിറ്റ്. ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് ഇതിൽ കാണുന്നത് ഫസ്റ്റ് തന്നെ ചില്ലി പൗഡറാണ്. ഇത് കുറച്ച് വലിയ പാക്കായിട്ടുണ്ട്. അതായത് 250 ഗ്രാം ആയിട്ടുണ്ട്. 100 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. പഞ്ചസാര ചെറുതായിട്ടുണ്ട്, 1/2 കിലോ ആയിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ സപ്ലൈകോൻ്റെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇത് കേരാൻ്റെ വെളിച്ചെണ്ണയാണ്. പിന്നെ 250 ഗ്രാം കടല കുറച്ച് 500 ഗ്രാം കടലാക്കിയിട്ടുണ്ട്. 1/2 കിലോ 1 കിലോ നുറുക്ക് ഗോതമ്പാണ്. സൂചി ഗോതമ്പായിരുന്നു പറഞ്ഞിരുന്നത്, നുറുക്ക് ഗോതമ്പാണ്. പിന്നെ പരിപ്പ് 250 ഗ്രാം, ചെറുപയർ 1/2 കിലോ, 750 ഉണ്ടായിരുന്നത് 1/2 കിലോ ആയി. ഉഴുന്ന് 1/2 കിലോ, കാല് ചായപ്പൊടി 250 ഗ്രാം ചായപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ചായപ്പൊടി, ഉഴുന്ന്, പരിപ്പ്, ചെറുപയർ, കടല, പഞ്ചസാര 1/2 കിലോ, നുറുക്ക് ഗോതമ്പ്, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ്. നമുക്ക് പറഞ്ഞിരുന്ന മാസ്ക് ഇതിൽ കാണാനില്ല. പിന്നെ ചില്ലി പൗഡർ, മാസ്ക് കാണാനില്ല. അപ്പോൾ തുണിസഞ്ചി അടക്കം 10 ഐറ്റം, നമുക്ക് 9 ഐറ്റമാണ് തുണിസഞ്ചി അടക്കം കഴിഞ്ഞ കിറ്റിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് മാസ്ക് കുറച്ച് ഇപ്പോൾ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടും കിട്ടിയില്ല. അതിൽ കമ്മി വന്നു. പിന്നെ നമുക്ക് ലഭിച്ചിരുന്ന ആട്ട ഇപ്പോൾ ഇല്ല, ഉപ്പില്ല, കടലാപ്പയർ 250 ഗ്രാം കുറച്ചു, 1/2 കിലോ പഞ്ചസാരയും കുറച്ചു. ഇങ്ങനെയാണ് ഈ ഒരു ക്രിസ്മസ് കിറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഞെട്ടിപ്പോയി. മാസ്ക് ഇല്ല. ഉള്ള കിറ്റിൽ നിന്ന് ഒരുപാട് സാധനങ്ങളുടെ കുറവുണ്ട്. നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന നിലവിലെ കിറ്റിൽ നിന്ന് ഒരുപാട് സാധനങ്ങളുടെ കുറവുണ്ട്. ഒരു ആഘോഷം ഉണ്ടാകുമ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ നൽകുന്നത് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും കൂടുതലായിരിക്കും. ഇത് കുറച്ചുകൊണ്ട് അത് വലിയൊരു സംഭവമാക്കിയിട്ട് തരുന്ന അതിൻ്റെ ഒരു യുക്തി നമുക്ക് മനസ്സിലാവുന്നില്ല. ഉള്ള സാധനത്തിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മളെ സന്തോഷിപ്പിച്ചത്. അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. എന്താണ് ഈ ക്രിസ്മസ് കിറ്റ് കൊണ്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇത്രയാണ് ക്രിസ്മസ് കിറ്റിലുള്ളത്. ഇനി നാളത്തെ റേഷൻ അപ്ഡേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നാളെ ഡിസംബർ 10-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ റേഷൻ വിതരണം. ഡിസംബർ മാസത്തെ എല്ലാവിധ റേഷൻ വിതരണവും സജീവമായിട്ട് പുരോഗമിക്കുന്നു. നവംബർ മാസത്തിൽ BPL കാർഡുകാർക്ക് ലഭിക്കാനുള്ള കടലാപ്പയറിന്റെ വിതരണവും നടക്കുന്നു. നവംബർ മാസത്തെ ഭക്ഷ്യ കിറ്റ് എല്ലാ കാർഡുകാർക്കും വിതരണം നടക്കുന്നു. എല്ലാവർക്കും നവംബർ മാസത്തെ കിറ്റ് കിട്ടും. അതുപോലെ തന്നെ ക്രിസ്മസ് കിറ്റ് BPL കാർഡുകാർക്കാണ് ഇപ്പോൾ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നീലവെള്ള കാർഡുകാർക്കുള്ള കിറ്റും വിതരണം നടക്കുന്നതാണ്. പക്ഷേ കഴിഞ്ഞ കിറ്റുകളിൽ നിന്ന് അപേക്ഷിച്ച്, കഴിഞ്ഞ 3 കിറ്റുകളിൽ നിന്ന് അപേക്ഷിച്ച് ഇതിൽ സാധനങ്ങളുടെ കുറവുണ്ട്. 1 കിലോ കുറവാണ്. ആഘോഷത്തിന് നൽകുന്ന കിറ്റിൽ പഞ്ചസാര വരെ പകുതിയാക്കി കുറച്ചു. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചസാരയിൽ നിന്ന് അത് പകുതിയാക്കി വെട്ടിക്കുറച്ചു. അങ്ങനെ ഒരു 1 കിലോയുടെ കുറവ് ഈ ഒരു തൂക്കത്തിൽ തന്നെ ഈ ഒരു കിറ്റിലുണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.